അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നുള്ള കൂടുതൽ കണ്ടെയ്നറുകൾ കൊല്ലം ആലപ്പുഴ തീരങ്ങളിൽ അടിഞ്ഞു. കൊല്ലം ജില്ലയിൽ മാത്രം 23ലധികം കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞു. നിരവധി കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകി നടക്കുന്നു. കപ്പലിൽ നിന്നുള്ള ഒരു ലൈഫ് ബോട്ടും ശക്തികുളങ്ങരയിൽ അടിഞ്ഞിട്ടുണ്ട്. ആലപ്പുഴയിൽ ആറാട്ടുപുഴയിലാണ് കണ്ടെയ്നറുകൾ കരയ്ക്കടിഞ്ഞത്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കണ്ടെയ്നറുകളിൽ നിന്ന് 200 മീറ്റർ അകലം പാലിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. ആദ്യം ശക്തികുളങ്ങരയിലെത്തിയ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണം കേൾക്കാം. അവർ വന്നതിന് ശേഷം മാത്രമേ ബാക്കി നടപടി എടുക്കത്തുള്ളൂ. ഇല്ല ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല നമുക്ക്. എന്നാലും ഒരു ഡേഞ്ചറസ് സിഗ്നൽ ഉണ്ട്, ഡേഞ്ചറിന്റെ സിഗ്നൽ ഉണ്ട്, ഒരു മഞ്ഞ ട്രയാങ്കിളിന്റെ സിഗ്നൽ ഉണ്ട് അതിന്റെ മേളിൽ. അപ്പോൾ അതുകൊണ്ട് ഒരു കോഷ്യസ് ആയിരിക്കണമെന്ന് ചുരുക്കം. സുധീഷ് ഗോപാൽ ഒപ്പം ചേരുന്നുണ്ട്. സുധീഷ്, പറയൂ. കൃഷ്ണരാജ്, ഇന്ന് രാവിലെയാണ് ആറാട്ടുപുഴ വലിയഴീക്കൽ ഭാഗത്ത് കണ്ടെയ്നർ അടിഞ്ഞത്. അത് കണ്ടെയ്നർ ഈ തീരത്തേക്ക് അടുത്തതോടെ പുലിമുട്ടിൽ തട്ടി പൂർണ്ണമായും തകരുകയും ഇതിനകത്തുള്ള വസ്തുക്കളെല്ലാം തന്നെ കടലിൽ ഒഴുകി നടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ ശക്തമായ കടൽക്ഷോഭമാണ്. അത് കാരണം ഈ വെള്ളം കരയിലേക്കും റോഡിലേക്കും അടിച്ചു കയറുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്താണോ അതിന്റെ അംശങ്ങൾ ഈ കരയിലേക്കെല്ലാം തന്നെ അടിച്ചു കയറിയിട്ടുമുണ്ട്. എന്നാൽ ഇതേ സാഹചര്യത്തിൽ തന്നെ ഇപ്പോൾ ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത് കോട്ടൺ ഉൽപ്പന്നങ്ങളാണ്, ആശങ്കപ്പെടേണ്ടതില്ല എന്നതാണ്. അത് ആറാട്ടുപുഴയിൽ അടിഞ്ഞ ഒരു കണ്ടെയ്നറിന്റെ കാര്യമാണ് പറയുന്നത്. കാരണം 100ഓളം കണ്ടെയ്നറുകൾ ഒഴുകിപ്പോയിട്ടുണ്ട് എന്നതാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നത്. അതിൽ പല കണ്ടെയ്നറിലും പല സാധനങ്ങളാണ്, അതിലുപരി ശൂന്യമായ കണ്ടെയ്നറുകളുമുണ്ട്. ഇവിടെ അടിഞ്ഞ കണ്ടെയ്നറിൽ മഞ്ഞ കളറിലുള്ള അപായ സൂചന ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അതിനകത്ത് ഉണ്ടായിരുന്ന സാധനത്തിന്റെ കോഡും മറ്റും പരിശോധിച്ച് മലിനീകരണ നിയന്ത്രണ ബോർഡ് മറ്റും പരിശോധനയ്ക്ക് എടുത്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ പറയുന്നത് ഇതിൽ പേടിക്കത്തക്ക സാഹചര്യം ഇല്ല എന്ന്. എന്നാൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊപ്പം ഇത് കണ്ടെയ്നർ ഇവിടെ നിന്നും നീക്കം ചെയ്യാനുള്ള സാങ്കേതിക വൈദഗ്ധ്യമുള്ളവരും ഒപ്പം എത്തുന്നുണ്ട്. അവർ എത്തിയതിനു ശേഷം മാത്രമേ ഇത് മാറ്റുകയുള്ളൂ. കസ്റ്റംസിന്റെ ഒരു അന്തിമ സ്ഥിരീകരണം കൂടി വേണം. അതിനുള്ള ഒരു ശ്രമമാണ് അല്പസമയത്തിനുള്ളിൽ ഉണ്ടാവുക. അതിനായി അവരെ കാത്ത് ജില്ലാ കളക്ടർ അടക്കമുള്ള സംഘം തോട്ടപ്പള്ളിയിൽ കാത്തു നിൽക്കുകയാണ്. തോട്ടപ്പള്ളിയിൽ നിന്നും അവർക്കൊപ്പം കസ്റ്റംസിന്റെ ഉദ്യോഗസ്ഥർക്കൊപ്പം ഈ ആറാട്ടുപുഴ തറയിൽ കടവിന് സമീപമുള്ള വലിയഴീക്കലിലേക്ക് ഇവരെത്തിച്ചേരും. തുടർന്ന് ഇതിൽ പരിശോധന നടത്തിയതിനു ശേഷം ഇത് നീക്കം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. ഇപ്പോൾ കടൽക്ഷോഭത്തിൽ ഈ കണ്ടെയ്നർ തന്നെ രണ്ടായി പിളർന്ന് രണ്ട് സൈഡിലേക്ക്, പുലിമുട്ടിന്റെ രണ്ട് സൈഡിലേക്ക് മാറിയിരിക്കുകയാണ്. അതിനകത്തുള്ള ഓറഞ്ച് കളറിലുള്ള കോട്ടൺ കൊണ്ട് പൊതിഞ്ഞ ഒരു പെട്ടി പോലത്തെ സാധനങ്ങളിലാണ് ഈ സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത്. അതും കടലിലാകെ തന്നെ ഒഴുകി നടക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതുവഴിയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചെറുവാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങൾ ബസ് ഒഴിച്ച് ബാക്കി വാഹനങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്നും വഴിതിരിച്ചു വിട്ടിരിക്കുകയാണ്. 200 മീറ്റർ ചുറ്റളവിൽ സുരക്ഷാ ഏർപ്പാടുകൾ ശക്തമാക്കിയിട്ടുണ്ട്. പോലീസിനെ അവിടെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ട്. എന്നാൽ ഇപ്പോൾ ആശ്വാസകരമായ കാര്യം ഇതിനകത്ത് രാസപദാർത്ഥങ്ങൾ ഇല്ല, കോട്ടൺ ഉൽപ്പന്നങ്ങളാണ് എന്ന ഒരു അറിയിപ്പാണ് ജില്ലാ കളക്ടറിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. കൃഷ്ണരാജ്, കസ്റ്റംസ് വന്ന് പരിശോധിച്ചാൽ മാത്രമേ കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ടോ എന്നതിൽ സ്ഥിരീകരണം ഉണ്ടാകൂ എന്നാണ് ജില്ലാ കളക്ടർ പറയുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ.